ഇന്ന് രാത്രി നമ്മുടെ ചിന്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. എബ്രായലേഖനം 11-ാം അധ്യായം, ഹീബ്രൂസ് ചാപ്റ്റർ 11. അതിൻ്റെ ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് 6-ാമത്തെ വാക്യം, 5-6 വാക്യം ഒരുമിച്ച് ആരെങ്കിലും ശബ്ദമുയർത്തി വായിച്ചാൽ. ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 5 and 6. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഇരുന്നത് ഹാനോക്കിനെ കുറിച്ചാണ്. അന്നത്തെ തലമുറയിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്ന ഹാനോക്ക്, ലോകത്തിൽ എല്ലാവരും മരിച്ച് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മരണം കാണാതെ എടുക്കപ്പെട്ടവൻ. എന്തുകൊണ്ട് ഹാനോക്ക് മരണം കണ്ടില്ല? അതിന് കാരണം പറയുന്നത് വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. അപ്പോൾ ഹാനോക്കിന് വിശ്വാസമുണ്ടായിരുന്നു, താൻ മരിക്കുകയില്ല. ഹാനോക്കിൻ്റെ ചില സ്പെഷ്യാലിറ്റീസ് ആണ് കഴിഞ്ഞ 2 ആഴ്ചകൾ നമ്മൾ ചിന്തിച്ചത്. ഒന്നാമത് നമ്മൾ കണ്ടത് ഹാനോക്കിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത, ഹി വാക്ക്ഡ് വിത്ത് ഗാഡ്, ദൈവത്തോടുകൂടെ നടക്കുവാനിടയായിത്തീർന്നു. ആ ദിവസങ്ങളില്ലാത്തൊരു പെട്ടെന്ന് നോട്ട് ചെയ്താട്ട് 300 വർഷം ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. എപ്പോൾ തുടങ്ങി? മെതുശലഹ് ജനിച്ചപ്പോൾ. മെതുശലഹ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്നതാണ്? വെൻ ഇറ്റ് ഷാൽ കം വെൻ ഹി ഡൈ. എപ്പോൾ അവൻ മരിക്കുന്നുവോ അത് സംഭവിക്കും. എന്താണ് മെതുശലഹിൻ്റെ മരണം കൊണ്ട് സംഭവിച്ചത്? നമ്മൾ ആ വർഷം നമ്മൾ കണക്കാക്കി നമ്മൾ മനസ്സിലാക്കി. നോഹയുടെ കാലത്ത് വെള്ളപ്പൊക്കം തുടങ്ങിയ സമയമെന്ന് പറയുന്നത് മെതുശലഹ് മരിച്ച വർഷം. 782-ാമത്തെ വയസ്സിൽ മെതുശലഹ് മരിക്കുവാൻ ഇടയായിത്തീർന്നപ്പോൾ ആ പർട്ടിക്കുലർ സമയമാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നത്. അങ്ങനെയെങ്കിൽ ഹാനോക്കിന് വെള്ളപ്പൊക്കത്തെക്കുറിച്ച് മുൻപേ തന്നെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, ഒരു റെവലേഷൻ ഉണ്ടായിരുന്നു മനസ്സിലാക്കുവാൻ സാധിക്കും. ആ റെവലേഷനാണ് ഭൂമിയിൽ കടന്നു വരുവാൻ പോകുന്ന നാശത്തെ മുൻപിൽ കണ്ടതാണ് ഹാനോക്ക്. ആ സമയം മുതൽ ദൈവത്തോടുകൂടെ നടക്കുവാനായിട്ട് തീരുമാനമെടുത്തത്. ഭാവിയിൽ കടന്നു വരുവാൻ പോകുന്ന നാശത്തെ കണ്ടപ്പോൾ ഒരു തീരുമാനം തൻ്റെ ജീവിതത്തിൽ എടുക്കുവാൻ ഇടയായിത്തീർന്നുവെങ്കിൽ കഴിഞ്ഞ 65 വർഷങ്ങൾ ജീവിച്ച ജീവിതമല്ല പിന്നെയോ തുടർന്നുള്ള 300 വർഷക്കാലം ദൈവത്തോടുകൂടെ നടക്കുവാൻ ഇടയായിത്തീർന്നു. കൂടെ നടക്കണമെങ്കിൽ എന്തു വേണം നമ്മൾ മനസ്സിലാക്കി. തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുവാൻ സാധിക്കുമോ? അപ്പോൾ ദൈവമായിട്ടുള്ള ഒരു ഒത്തൊരുമ, ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് ഹാനോക്ക് കടന്നു വന്നത്, അതാണ് ഹാനോക്ക് ദൈവത്തോടുകൂടെ നടക്കുവാൻ കാരണമായി തീർന്നത്. രണ്ടാമത്തെ ഹാനോക്കിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കിയത്, ഹാനോക്ക് ലിവ്ഡ് വിത്ത് ഹിസ് ഫാമിലി, തൻ്റെ കുടുംബത്തോടുകൂടെ ചേർന്ന് ജീവിച്ചു. ഹാനോക്കിൻ്റെ മെതുശലഹ് തൻ്റെ മൂത്ത മകനാകുന്നുവെങ്കിലും അതിനുശേഷം അനേകം മക്കളെയും പെൺമക്കളെയും ആൺമക്കളെയും ജനിപ്പിക്കുവാൻ ഹാനോക്കിന് സാധ്യമായി തീർന്നു. അതിൽ കൂടെ നമ്മൾ മനസ്സിലാക്കി, കുടുംബജീവിതം ദൈവത്തോടുകൂടെ ചേർന്ന് നടക്കുന്നതിന് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടല്ല. ദൈവത്തോടുകൂടെ കുടുംബജീവിതം നയിക്കുമ്പോൾ തന്നെ ദൈവത്തോടുകൂടെ ചേർന്ന് നമുക്ക് നടക്കുവാൻ സാധിക്കും. എന്നാൽ എന്താണ് ആവശ്യമായിരിക്കുന്നത്? എൻ്റെ ഇന്ന പ്രശ്നം കൊണ്ടാണ് എൻ്റെ ആത്മീയജീവിതം ശരിയാകാത്തത് എന്ന് ചിന്തിക്കുന്നതിന് പകരമായി, എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുമെങ്കിൽ, എൻ്റെ കാഴ്ചപ്പാടുകൾക്ക് ഒരു മാറ്റം വരുമെങ്കിൽ, അങ്ങനെയെങ്കിൽ മാത്രമേ ആത്മീയ ജീവിതം ശരിയാകത്തുള്ളൂ. ശ്രദ്ധിക്കുക, മാറ്റം വരേണ്ടത് മറ്റുള്ളവർക്കല്ല, മാറ്റം വരേണ്ടത് നമുക്കാണ്. നമ്മളെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല എങ്കിൽ, മറ്റുള്ളവർ പലവിധമായിരിക്കുന്ന റിയാക്ഷൻസ് കാണിക്കുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അവരുടെ സ്വഭാവ ദൂഷ്യം മാത്രമായിരിക്കത്തില്ല, നമ്മുടെ സ്വഭാവ ദൂഷ്യം കൂടെ ഉണ്ട്. നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം വന്നാൽ നമ്മുടെ ചുറ്റുപാടുകൾ മുഴുവൻ മാറ്റപ്പെടുവാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാനിടയായിത്തീർന്നു. മൂന്നാമത്തെ ഹാനോക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഹി വാസ് എ പ്രൊഫറ്റ്, അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു. എങ്ങനെ പറയുവാനിടയായിത്തീർന്നു? ഒന്ന്, ഞാൻ പറഞ്ഞു ഹാനോക്കിനൊരു ദൈവിക റെവലേഷൻ ഉണ്ടായിരുന്നു. 2, ഞാൻ പറഞ്ഞു ഹാനോക്കിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇന്നത്തെ കാലത്തെക്കാൾ ബുദ്ധിമുട്ടുള്ള ഒരു സന്ദർഭത്തിലാണ് ഹാനോക്ക് ജീവിച്ചത്. ഹാനോക്ക് എന്ന് പറയുന്നത് ആദാം മുതൽ 7-ാമനാകുമ്പോൾ, ആ ആദാം മുതൽ കയീൻ്റെ സന്തതിയിൽ കൂടെ 7-ാമെന്ന് പറയുന്നത് ലാമേക്കാണ്. ലാമേക്കിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ലാമേക്ക് ഒരു തീരുമാനമെടുത്തു, ഞാൻ എൻ്റെ പരുക്കിന് പകരം ഒരു പുരുഷനെ കൊല്ലും. ദൈവം കയീന് 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ എനിക്ക് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും എന്ന് പറഞ്ഞാൽ ലാമേക്ക് തന്നെ മനസ്സിലാക്കി ഒരു തീരുമാനമെടുത്തു. തൻ്റെ പരുക്കിന് പകരം, തന്നെ മുറിവേൽപ്പിച്ചതിന് പകരം
ഞാനൊരു പുരുഷനെ കൊല്ലും എന്ന് പറഞ്ഞാൽ ആ കാലമെന്ന് പറയുന്നത് കൊല്ലയും കൊളിവെപ്പും നടന്ന കാലം. ദൈവം ദേശത്തെ നശിപ്പിക്കത്തക്കവണ്ണം അതിക്രമത്തിൻ്റെ കൂമ്പാരം ദൈവസന്നിധിയിലേക്ക് ഉയർന്നതായ സമയം. ഞാൻ അന്ന് പറയുണ്ടായി, ഇന്നത്തെ കാലം ദൈവം നശിപ്പിക്കാത്തത് ഒന്ന് മനസ്സിലായിക്കോണം. ആ ലെവലിലേക്ക് ലോകം കടന്നുപോയിക്കൊണ്ടേയിരിക്കുക. ഇന്ന് ആ അവസ്ഥയിലേക്ക് ലോകം കടന്നു വന്ന് ദൈവം ഇന്നത്തെ ലോകത്തെ നശിപ്പിക്കാതിരുന്നു എങ്കിൽ ന്യായവിധി ദിവസത്തിൽ അന്ന് നോഹയുടെ കാലത്തുണ്ടായിരുന്ന ജനം ദൈവത്തോട് ചോദിക്കും, അന്ന് ഇത്രയും ദുഷ്ടതയില്ലായിരുന്ന സമയത്ത് ഞങ്ങളെ നീ ഒന്നടങ്കമായി കൊന്നു, പിന്നീട് എന്തുകൊണ്ട് ഇപ്പോഴത്തെ ജനത്തെ നശിപ്പിച്ചില്ല? ശ്രദ്ധിച്ചോണം. അതെങ്കിൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇന്ന് ഞാനും നിങ്ങളും ആയിരിക്കുന്നതിനേക്കാൾ വക്രതയും വഷളത്വവും കൂടിയൊരു കാലമായിരുന്നു അന്ന് കാലമെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ട് ജീവിക്കുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള സമയം. തൻ്റെ ഒരു പ്രശ്നത്തിലേക്ക് താൻ കടന്നു വന്നപ്പോൾ ഹാനോക്ക് ദൈവത്തിൻ്റെ പാദങ്ങൾ മുട്ടുകൾ മടക്കി. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, എന്താ ദൈവം കൊടുത്ത ഈ ആലോചന? തൻ്റെ നേരെ നിഷ്ഠൂരമായി പറഞ്ഞ നിഷ്ഠൂര പ്രവൃത്തികൾ നിമിത്തം ഹാനോക്ക് ദൈവത്തോട് ചോദിച്ചപ്പോൾ ഹാനോക്കിന് ദൈവത്തിൻ്റെ അരുളപ്പാട് ഉണ്ടായത് ഇപ്രകാരമാണ്: ഞാൻ 1000 വിശുദ്ധന്മാരോടുകൂടെ കർത്താവ് വരുന്നു, പ്രതികാരം കൊടുക്കുവാൻ തക്കണം കർത്താവ് വരുന്നു. കരങ്ങളുയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഏത് കാലത്തെക്കുറിച്ചാണോ ദൈവം അവിടെ കൽപ്പിച്ചത്? ദൈവം കൽപ്പിച്ചത് ഏതാണ്ട് 7000 വർഷങ്ങൾക്ക് ശേഷം നടക്കേണ്ട ഒരു കാലത്തെയാണ് സ്വർഗത്തിലെ ദൈവം ഹാനോക്കിനോട് ഇടപെട്ടത്. കർത്താവായ യേശു ക്രിസ്തു ഒലിവുമലയിൽ കാല് ചവിട്ടുന്ന ഒരു സമയം. അതാണ് 1000 വിശുദ്ധന്മാരോട് വന്നിരിക്കുന്നു. ഹാനോക്ക് തൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ദൈവത്തോട് മുട്ടുമടക്കിയത്, ദൈവത്തോട് ആലോചന ചോദിച്ചത്. തൻ്റെ പ്രശ്നങ്ങളെ മാറ്റുന്നു എന്നുള്ളതല്ല ദൈവം പറഞ്ഞത്. പകരം ഒരു ദിവസം കടന്നു വരുന്നുണ്ട്, അന്നൊരു ന്യായവിധിയുടെ ദിവസമാണ്. അന്ന് ഞാൻ പകരം കൊടുക്കും. ശ്രദ്ധിക്കണം, ഒരു പക്ഷെങ്കിൽ ദൈവമക്കൾക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവത്തിൻ്റെ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ദൈവസന്നിധാനത്തിൽ നമ്മൾ മുട്ടുമടക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ താൽക്കാലികമായിരിക്കുന്ന ഒരു വിടുതലിൻ്റെ വാക്കുകളായിരിക്കത്തില്ല ദൈവം തരുന്നത്. പക്ഷേ ദൈവം തരുന്ന വാക്കുകൾക്കകത്ത് ഒരു വിടുതലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എന്തുകൊണ്ട് ഹാനോക്ക് പ്രവാചകനായി? നമ്മൾ പറയുണ്ടായി, ഒരു പ്രവാചകൻ എന്ന് പറയുന്ന വലിയൊരു പദവിയല്ല. പ്രവചനം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഗിഫ്റ്റ് ഓഫ് ഇൻസ്പിറേഷൻ നമ്മൾ പഠിക്കുമ്പോൾ ആ പ്രധാനപ്പെട്ട ഗിഫ്റ്റിൽ 3 കൃപകളാണുള്ളത്. 1 പലവിധ ഭാഷകൾ, 2 ഭാഷകളുടെ വ്യാഖ്യാനം, 3 പ്രവചനം. ഇത് 3ഉം പ്രവർത്തിക്കുന്നത് ഒരുപോലെയാണ്. എങ്ങനെ ഇത് പ്രവർത്തിക്കുന്നു? ഉള്ളം നിറഞ്ഞു കവിയുമ്പോൾ വാ പ്രസ്താവിക്കുന്നു. അന്യഭാഷ കടന്നു വരുന്നത് ദൈവത്തോടുള്ള നന്ദി ഉള്ളിൽ നിറയുമ്പോൾ നാവിൽ കൂടെ അന്യഭാഷ വെളിപ്പെടുന്നു. ഭാഷകളുടെ വ്യാഖ്യാനം വെളിപ്പെടുന്നത് ഉള്ളം നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ നാവിൽ കൂടെ വെളിപ്പെടുന്ന വാക്കുകളാണ് ഭാഷകളുടെ വ്യാഖ്യാനം. പ്രവചനം എന്ന് പറയുന്നതും അതുതന്നെയാണ്. ഉള്ളം നിറഞ്ഞു കവിയുമ്പോൾ ഉള്ളിലെ ചിന്തകളുണ്ടല്ല, പിന്നെയോ നമ്മുടെ ബുദ്ധി അവിടെ അഫലമായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് പ്രവചനമെന്ന് പറയുന്നത്. ഇതെങ്ങനെ കിട്ടും? നമ്മളൊന്ന് മനസ്സിലാക്കി. ഹാനോക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. കൂടെ നടന്നാലുള്ള പ്രത്യേകത എന്നാണ്? ദൈവത്തിൻ്റെ സ്വഭാവത്തെ നമ്മൾ മനസ്സിലാക്കി. ദൈവം നമ്മോട് ഇടപെടുന്ന ദൈവമാണ്. കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ നിങ്ങളെ ഇനി ദാസന്മാരെന്ന് വിളിക്കുന്നില്ല, എൻ്റെ പിതാവിനോട് കേട്ടത് മുഴുവൻ ഞാൻ നിങ്ങളോട് അറിയിച്ചു തന്നതുകൊണ്ട് നിങ്ങളെ എൻ്റെ സ്നേഹിതന്മാരെന്ന് പറഞ്ഞിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹിതന്മാരായി യേശു തൻ്റെ ശിഷ്യന്മാരെ മാറ്റിയെങ്കിൽ ദൈവത്തോടു കൂടെ നടന്ന ഹാനോക്കിനെ ദൈവം തൻ്റെ സ്നേഹിതനായി മാറ്റി എന്നുള്ളതാണ് പ്രത്യേകത. അബ്രഹാം ദൈവത്തോടുകൂടെ നടക്കുവാനിടയായി തീർന്നപ്പോൾ അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായെങ്കിൽ ആ സ്നേഹിതനായിരിക്കുന്ന അബ്രഹാമിൽ കൂടെ പ്രവചനത്തിൻ്റെ വാക്കുകൾ വെളിപ്പെട്ടുവെങ്കിൽ പ്രവചനത്തിൻ്റെ വാക്കുകൾ വെളിപ്പെടുവാനുള്ള കാരണമെന്ന് പറയുന്നത് ദൈവത്തോടുകൂടെ ചേർന്ന് നടക്കുന്നതാണ് അതിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന കാരണം. ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തോടുകൂടെ ചേർന്ന് നടക്കുവാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും നാവിൽ കൂടെ കടന്നു വരുന്നത് പ്രവചനത്തിൻ്റെ വാക്കുകളായിരിക്കും എന്നുള്ളത് സത്യമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, യേശുവിനോടുകൂടെ ചേർന്ന് നടക്കുവാൻ നാം ആഗ്രഹിച്ചാൽ എൻ്റെയും നിങ്ങളുടെയും നാവിൽ കൂടെ പ്രവചനത്തിൻ്റെ വാക്കുകൾ വെളിപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം തൻ്റെ ഭക്തന്മാർക്ക് വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യത്തില്ല. മനസ്സിലാക്കണം, ദൈവം തൻ്റെ ഭക്തന്മാർക്ക് വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യത്തില്ല. ദൈവം വെളിപ്പെടുത്തുന്നൊരു ദൈവമാണ്.
പക്ഷേ എന്തു വേണം? ദൈവത്തോടു കൂടെ ചേർന്ന് നമുക്ക് നടക്കുവാൻ സാധിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കും. ദൈവത്തോടു കൂടെ ചേർന്ന് നടക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് ആവശ്യമായിരിക്കുന്നത്. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, നിങ്ങൾ ദോഷമായതൊഴിച്ച് ഉത്തമമായത് നിങ്ങൾ പ്രസ്താവിച്ചാൽ നിങ്ങൾ അവരുടെ പക്ഷം തിരിയത്തില്ല, എൻ്റെ പക്ഷം തിരിയും. നിങ്ങളുടെ വായ എൻ്റെ വാ പോലെയാകും. ദൈവത്തിൻ്റെ വായായിട്ട് എൻ്റെ വാ മാറ്റപ്പെടുവാൻ സാധിക്കും. അധമമായതൊഴിച്ച് ഉത്തമമായത് പ്രസ്താവിക്കാൻ ആഗ്രഹിച്ചാൽ. വേണ്ടാത്ത വാക്കുകൾ വിട്ടുകളഞ്ഞിട്ട് ദൈവത്തിന് പ്രസാദമുള്ള വാക്കുകൾ സംസാരിക്കുവാൻ തക്കണം എൻ്റെ നാവുകളെ ഉപയോഗിച്ചാൽ എൻ്റെ നാവുകൾ ഒരു സമയം കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ നാവുകളായി മാറ്റപ്പെടും. എന്താ ദൈവത്തിൻ്റെ നാവിൻ്റെ പ്രത്യേകത? ക്രിയേറ്റിംഗ് പവർ അതിനകത്തുണ്ട്. വെറുതെ പറയുന്നൊരു വേർഡായിരിക്കും, അല്പസമയം കഴിയുമ്പോൾ അത് യഥാസ്ഥാനപ്പെടുന്ന ഒരു കാഴ്ച കാണുവാൻ സാധിക്കും. നന്നായി വരട്ടെ എന്ന് പറയുന്നതായിരിക്കാം, അല്പദിവസം കഴിയുമ്പോൾ ആ വ്യക്തി നന്നായിരിക്കും. എന്താ കാരണമെന്നാണെന്നറിയാമോ? ദൈവത്തിൻ്റെ നാവായിട്ട് ദൈവം നമ്മുടെ നാവിനെ മാറ്റുന്നത് കൊണ്ട്. ഇതേതാണ്ട് ഒരു ഹൈലി ദൈവത്തോടുകൂടെ നടക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു പ്രതിഫലമാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് സാധാരണപ്പെട്ട വിശ്വാസികൾ കൂടെ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യം. നാലാമത്തെ വിഷയം നമ്മൾ പഠിക്കുവാനിടയായിത്തീർന്നത്, ഹാനോക്കിനെ ദൈവം എടുത്തുകൊണ്ടുപോയി. ഹാനോക്ക് വാസ് ട്രാൻസ്ലേറ്റഡ്. എന്താണ് പ്രത്യേകത? നമ്മൾ മനസ്സിലാക്കി. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം മുഴുവൻ പറയുന്നത് മരിച്ചവരുടെ ചരിത്രമാകുന്നുവെങ്കിൽ ആദാം മരിച്ചു, ശേത്ത് മരിച്ചു, ഇങ്ങനെ മരണത്തിൻ്റെ ചരിത്രങ്ങൾ പറയുന്ന ഒരധ്യായത്തിൽ ഒരൊറ്റ വ്യക്തിയെ മാത്രം നമ്മൾ കാണുക. അവൻ മരണം കണ്ടില്ല. എന്തുകൊണ്ട് ഹാനോക്ക് മരണം കണ്ടില്ല? കാണാൻ ചെയ്തില്ല. കാരണം ഹാനോക്ക് വിശ്വാസത്താൽ മരണം കാണാതെ എടുക്കപ്പെട്ടു. ഈ പ്രിയപ്പെട്ടവരൊക്കെ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹാനോക്കിനൊരു വിശ്വാസമുണ്ടായിരുന്നു. ദൈവം തനിക്ക് കൊടുത്തൊരു റെവലേഷനാണ്. ആ റെവലേഷൻ കൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കി, എൻ്റെ അപ്പച്ചനോ വല്യപ്പച്ചനോ ദൈവം സൃഷ്ടിച്ചതായിരിക്കുന്ന ആദമോ മരിച്ചു പോകുമായിരിക്കാം, പക്ഷേ എന്നോട് കൽപ്പിച്ച ദൈവത്തിൻ്റെ വാക്കുകൾ ഒരിക്കലും മാറത്തില്ല. അതുകൊണ്ട് ഞാൻ മരിക്കുവാൻ പോകുന്നില്ല, ഞാൻ എടുക്കപ്പെടുവാൻ പോകുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. എല്ലാ ചുറ്റുപാടുകൾ അനുകൂലമായിരിക്കുമ്പോൾ ഏറ്റെടുക്കുന്നതല്ല വിശ്വാസം. സാഹചര്യങ്ങൾക്ക് അനുരൂപമായി പോകുമ്പോൾ കാണുന്ന കാഴ്ചപ്പാടല്ല വിശ്വാസം. വിശ്വാസം എന്ന് പറയുന്നത് പ്രതികൂലങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രാപിച്ച് ദൈവത്തിൻ്റെ അരുളപ്പാട് നിൽക്കുന്നതാണ് വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, ഞാൻ ആ പറഞ്ഞ വേർഡ്. പ്രതികൂലങ്ങളുടെ നടുവിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ റെവലേഷനാണ്, ദൈവിക വെളിപ്പാടാണ്. ദൈവിക വെളിപ്പാട് എനിക്ക് ലഭിച്ചുവെങ്കിൽ ആ ദൈവിക വെളിപ്പാടോടുകൂടെ ഞാൻ നിൽക്കുന്നതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത്. അവിടെയാണ് അത്ഭുതങ്ങൾ കാണുവാൻ സാധിക്കുന്നത്. ഇന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ ഏത് അവസ്ഥകൾ നമ്മളായിരുന്നാലും ഈ അവസ്ഥയിൽ നിന്ന് ദൈവത്തിന് വിടുവിക്കുവാൻ മനസ്സുണ്ട്. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത ദൈവത്തിൻ്റെ ദാസനെ പ്രകാരം പറയുന്നു, ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് ദൈവത്തിൻ്റെ സൗരഭ്യവാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. 2 കൊരിന്ത്യർ 2:14. ഈ വാക്യം നിങ്ങൾ പഠിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എല്ലായിടത്തും എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുക. അപ്പോൾ ആരിൽ കൂടിയാണ് വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്? എന്നിൽ കൂടെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഏത് സന്ദർഭങ്ങളിലും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന ദൈവം വെളിപ്പെടുത്തും. എന്ന് പറഞ്ഞാൽ ദൈവം ആര് എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ കൂടെ ദൈവം വെളിപ്പെടുത്തും. ദൈവത്തിൻ്റെ ശക്തി എന്തെന്നുള്ളത് ദൈവം എൻ്റെ ജീവിതത്തിൽ കൂടെ വെളിപ്പെടുത്തും. ദൈവത്തിൻ്റെ സ്വഭാവം എന്തെന്നുള്ളത് ദൈവം എൻ്റെ ജീവിതത്തിൽ കൂടെ വെളിപ്പെടുത്തും. നിങ്ങൾ മനസ്സിലാക്കണം, ജീവിതത്തിൻ്റെ ഒരൊറ്റ സന്ദർഭത്തിൽ പോലും ഒരു ദൈവ പൈതൽ പരാജയപ്പെട്ടു പോകത്തില്ല. പരാജയപ്പെട്ട് ചിന്തിക്കുന്ന സ്ഥാനത്തൂടെ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടും എന്നുള്ളത് ദൈവത്തിൻ്റെ തിരുവചനം മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം. അതുകൊണ്ട് ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, എൻ്റെ ജീവിതത്തിൽ കൂടെ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ, ഇന്നായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മറ്റാരും എന്നെ അറിയുന്നില്ലായിരിക്കാം, മറ്റാരും എന്നെ മനസ്സിലാക്കുന്നില്ലായിരിക്കാം. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, എന്നെ അറിയാവുന്നൊരു ദൈവം, എന്നെ ഉള്ളതുപോലെ കാണുവാൻ കഴിവുള്ളവൻ, അവൻ എന്നെ കൊണ്ട് ആ സ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് അവൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്താനാണ്. കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു നമ്മൾ പരീക്ഷയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ ആ ചിന്തിച്ച സമയത്ത് ഞാൻ ഒരു വേർഡ് പറയുവാനിടയായിരുന്നു. പരീക്ഷ എന്ന് പറയുന്നത്
ടെംപ്റ്റേഷൻ എന്ന് പറയുന്നത്, ടെസ്റ്റ് എന്ന് പറയുമ്പോൾ രണ്ട് വാക്കുകൾ അതിനെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ആ പരീക്ഷ എന്ന് പറയുന്നത് ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള ഒരു അവസരമാണ് എന്നുള്ളത് മാത്രം നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ കഷ്ടത എന്ന് പറയുന്നത്, എൻ്റെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, എൻ്റെ രോഗമെന്ന് പറയുന്നത്, എൻ്റെ ഭാരമെന്ന് പറയുന്നത്, എൻ്റെ പ്രശ്നമെന്ന് പറയുന്നത്, അതൊരു കുടുംബജീവിതത്തിൻ്റെ പ്രശ്നങ്ങളായിക്കോട്ടെ, ഔദ്യോഗിക പ്രശ്നങ്ങളായിക്കോട്ടെ, സാമ്പത്തികമായിരിക്കുന്ന ബുദ്ധിമുട്ടായിക്കോട്ടെ, രോഗത്തിൻ്റെതായിരിക്കുന്ന ശക്തി ആയിക്കൊള്ളട്ടെ, ഒന്ന് മനസ്സിലാക്കണം, എന്ത് തന്നെയായിരുന്നാലും ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള ഒരു അവസരമാണോ എൻ്റെ ജീവിതത്തിൽ ആ കഷ്ടത എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ കഷ്ടതയുടെ നടുവിൽ നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ദൈവം പ്രവർത്തിക്കുവാനായിട്ട് ഒന്ന് അനുവദിച്ചു കൊടുക്കുക. ഇവിടെയാണ് ദൈവത്തിൻ്റെ ദാസൻ പറയുന്നത്, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതാകിയാൽ അവൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ. ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് ആര് താണിട്ടുണ്ട്, അവരെ ദൈവം തക്ക സമയത്ത് ഉയർത്തിയിരിക്കും. അവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തിരിക്കും. അവരുടെ അവസ്ഥകളെ ദൈവം മാറ്റിയിരിക്കും. അവരുടെ രോഗത്തെ ദൈവം മാറ്റി, അവരുടെ ഭാരത്തെ ദൈവം മാറ്റും. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം ആഗ്രഹിക്കുന്നത് പ്രതികൂലങ്ങളുടെ നടുവിൽ അനുകൂലമായിട്ട് മുൻപോട്ട് പോകുവാനല്ല, സാഹചര്യം അനുകൂലമായിട്ട് പോകുവാനല്ല, പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവത്തിലുള്ള വിശ്വാസത്താൽ മുൻപോട്ട് പോകുവാൻ ദൈവം ആഗ്രഹിക്കും. ഇതാണ് ഹാനോക്കിൻ്റെ ജീവിതത്തിൽ ദൈവത്തോടുകൂടി എടുക്കപ്പെടുവാൻ കാരണമായി തീർന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുവാനിടയായി തീർന്നത് എന്ത് സംഭവിച്ചു? ഹി വാസ് നോട്ട് ഫൗണ്ട്. അവനെ പിന്നെ കണ്ടില്ല. നമ്മൾ രണ്ട് ചിന്തകൾ അതിനകത്ത് ചിന്തിച്ചത്, തൻ്റെ കുടുംബം ഒരുപക്ഷെ ഹാനോക്കിനെ അന്വേഷിച്ച് കാണുമായിരിക്കാം, അപ്പച്ചൻ എന്ത് ചെയ്യാൻ നോക്കി കാണുമായിരിക്കാം. എന്നാൽ ഒരു കാര്യം അവർക്ക് മനസ്സിലായി, എവിടെയെല്ലാം അവർ അപ്പച്ചനെ അന്വേഷിച്ചോ അവിടെ എങ്ങും അവർക്ക് കാണുവാൻ സാധിച്ചില്ല. അവരൊരു കാര്യം മനസ്സിലാക്കി, ഞാൻ അന്ന് പറയുണ്ടായി, ദൈവമക്കൾക്കുള്ളൊരു വലിയ പദവിയാണ് അവരുടെ മരണം എപ്പോൾ എന്നുള്ളത് മുൻപായിട്ട് അവർക്ക് വെളിപ്പെട്ടിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കുക ആ വേർഡ്, എൻ്റെ മരണം എന്ന് സംഭവിക്കുമെന്നുള്ളത്. ഞാനൊരു ദൈവ പൈതലാകുന്നുവെങ്കിൽ മരണം ദിവസങ്ങൾക്ക് മുൻപ് എനിക്ക് വെളിപ്പെട്ടിരിക്കും. കാരണം എന്നാണെന്ന് അറിയാമോ? എൻ്റെ ജീവിതത്തിൽ ക്രമീകരിക്കേണ്ട കാര്യങ്ങളെ ക്രമീകരിക്കുവാൻ ദൈവം ഒരു പ്രിക്വേഷൻ എനിക്ക് മുൻപിൽ തന്നെ ഒരു അവസരം നൽകി തരിക. തിരുവചനം പഠിക്കുമ്പോൾ നമ്മളത് കാണുന്നുണ്ട്. നമ്മുടെ അപ്പച്ചന്മാരെ നോക്കിയാൽ അവരുടെ ജീവിതത്തിലൂടെ കാണുന്നുണ്ട്. അവർക്കൊക്കെ അറിയാമായിരുന്നു മരിക്കുമെന്ന്. വേദപുസ്തകത്തിൽ പൗലോസ് പറയുന്നു, എൻ്റെ നിര്യാണ കാലം അടുത്തിരിക്കുന്നു. പത്രോസ് പറയുന്നു, എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു. എന്താ ഇതിനൊക്കെ കാരണമായിരുന്നത്? അവക്കെല്ലാം അറിയാമായിരുന്നു തങ്ങളുടെ മരണം തങ്ങളുടെ മുൻപിലുണ്ടെന്ന്. നിങ്ങൾ മനസ്സിലാക്കിയോണം, മരണം മുൻപിലുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ പാസ്റ്ററെ നിങ്ങളോട് ചോദിക്കാം. എന്നാൽ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു വ്യക്തിയുടെ മരണം എന്ന് പറയുന്നത് ഒരു പിശാചിൻ്റെ കരങ്ങളിലല്ല എൻ്റെ മരണമായിരിക്കുന്നത്. ഞാൻ ദൈവ പൈതലായിരിക്കുന്നത് കൊണ്ടും ദൈവം എനിക്ക് ഒരു വിഷൻ തന്നിരിക്കുന്നത് കൊണ്ടും എൻ്റെ വിഷൻ നിറവേറ്റുന്ന കാലം വരെ ദുഷ്ട പിശാചിന് എൻ്റെ ശരീരത്തെ തൊടുവാൻ സാധ്യമല്ല. എൻ്റെ ജീവിതത്തെ എടുത്തുകൊണ്ട് പോകുവാൻ സാധ്യമല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം തന്ന ദർശനം, ദൈവം തന്ന വിഷൻ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം മരണമെന്ന് പറയുന്നത് നമ്മുടെ മുൻപിലൊരു നിഘണ്ടുവല്ല. പിന്നെ എന്തായിരിക്കും ആ മരണം? സംഭവം എന്ന് പറയുന്നത്, മരണം എന്ന് പറയുന്നത് ദൈവമക്കൾക്ക് ഒരു പ്രമോഷനാണ്, ദൈവമക്കൾക്ക് ഒരു പ്രോഫിറ്റാണ്. അവർക്കൊരു നഷ്ടമല്ല, അവരുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു നഷ്ടമല്ല. കാരണം അവർക്ക് ഒരു പ്രമോഷനാണ് ആ കാലം. നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹാനോക്കിനെ പിന്നെ കാണുവാനായിട്ട് ഇടയായി തീർന്നില്ല. ഹാനോക്കിനെ എടുക്കപ്പെട്ടു. രണ്ട് നമ്മൾ ചിന്തിച്ചത്, ശത്രുക്കൾ ഹാനോക്കിനെ തെരഞ്ഞു നടക്കുക, എങ്ങനെയെങ്കിലും അവനെ കൊല്ലണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുക. അവരാഗ്രഹിച്ച് നിൽക്കുമ്പോഴാണ് ഹാനോക്ക് എടുക്കപ്പെടുവാനിടയായി തീർന്നത്. ശത്രുവിൻ്റെ പദ്ധതിയുടെ മുൻപിൽ ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. ശത്രുവിൻ്റെ മുൻപിൽ ലജ്ജിപ്പിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം, നമ്മെ ഉയർത്തുന്ന ദൈവമാണ്. അവസാനമാണ് കണ്ട വേർഡ് ഇതാണ്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായ കാരണം ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു. ഹി വാസ് പ്ലീസ് ഗാഡ്. ദൈവത്തെ പ്രസാദിപ്പിച്ചു. ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ട ആവശ്യതയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. എടുക്കപ്പെടണമെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കണം. പ്രസാദിപ്പിക്കാഞ്ഞതുകൊണ്ട് എന്ത് സംഭവിച്ചു? 1 കൊരിന്ത്യർ 10:5 ആ വാക്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചിന്തിച്ചത്. അവിടെ നമ്മൾ കണ്ടു, മിസ്രൈമിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച ജനം മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തു. പല അത്ഭുതങ്ങൾ അവർ കണ്ടു. പക്ഷേ അവർ വിശ്വസിച്ചില്ല. ദൈവം വിശ്വസിക്കാഞ്ഞുകൊണ്ട് ദൈവത്തിൽ അവരിൽ പ്രസാദിച്ചില്ല. ദൈവം അവരിൽ പ്രസാദിക്കാഞ്ഞതുകൊണ്ട് ദൈവം അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു.
എന്തുകൊണ്ട് ദൈവം തള്ളിയിട്ട് കളഞ്ഞു? ഗോഡ് വാസ് നോട്ട് പ്ലീസ്ഡ് ഓൺ ദം. അവരിൽ ദൈവം പ്രസാദിച്ചില്ല. ശ്രദ്ധിക്കണം ഈ വേർഡ്. രക്ഷിക്കപ്പെട്ടതുകൊണ്ടോ സ്നാനപ്പെട്ടതുകൊണ്ടോ വേർഡ്പെട്ട സഭയുടെ അംഗമായതുകൊണ്ടോ സ്വർഗത്തിൽ പോകത്തില്ല. സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ദൈവത്തെ ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കൂടെ ദൈവത്തിന് പ്രസാദം കൊടുക്കുന്നവനാകണം. ദൈവത്തിന് പ്രസാദം കൊടുക്കുവാൻ എനിക്ക് സാധിക്കത്തില്ല എങ്കിൽ എനിക്ക് മുകളിലോട്ട് എടുക്കപ്പെടുവാൻ സാധ്യമല്ല. അവസാനമായിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്തത് അതാണ്. അതിൻ്റെ കണ്ടിന്യൂവേഷനിലേക്ക് ഇന്ന് രാത്രി കടന്നുവിട്ടു. ഒരിക്കൽ കൂടെ 6-ാമത്തെ വാക്യം, വേഴ്സ് 6, ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 6. പ്രൈസ് ഗാഡ്. ദൈവത്തിന് മഹത്വമുണ്ട്. ഇന്ന് രാത്രിയിൽ നമ്മൾ അതേ വാക്യത്തിൽ നിന്നുകൊണ്ടാണ് ചിന്തിക്കുവാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ആദ്യം അവിടെ കോട്ട് ചെയ്യുന്ന വാക്യം, ആ 6th വേഴ്സ്, 6-ാമത്തെ വാക്യം തുടങ്ങുന്നത് ഇപ്രകാരമാണ്: എന്നാൽ, എന്നിട്ട് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ ആർക്കും കഴിയുകയില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഈ എന്നാൽ എന്നുള്ള വേർഡ് ചൂണ്ടിക്കാണിക്കുന്നത് 5-ാമത്തെ വാക്യത്തിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയാണ് 6-ാമത്തെ വാക്യം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഹാനോക്കിനെ കുറിച്ച് ദൈവം സംസാരിച്ച ഭാഗത്തു നിന്ന് അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനായിട്ട് ഹാനോക്കുമായിട്ട് റിലേറ്റഡ് ആയിരിക്കുന്ന ഒരു കാര്യമാണ് 6-ാമത്തെ വാക്യം ചൂണ്ടിക്കാണിക്കുന്നത്. മുകളിൽ അവസാനിപ്പിച്ച ഇപ്രകാരമാണ്: ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെടുന്നതിന് മുമ്പ് ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് സാക്ഷ്യം പ്രാപിച്ചു. അപ്പോൾ ഹാനോക്കിനൊരു സാക്ഷ്യമുണ്ടായിരുന്നു. ഹാനോക്കിൻ്റെ സാക്ഷ്യമെന്ന് പറയുന്നത് ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് താഴെ പറയുകയാണ്, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയത്തില്ല. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിച്ചതായിരിക്കുന്ന ഹാനോക്ക് എന്തുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനിടയായിത്തീർന്നു? ദൈവത്തെ പ്രസാദിപ്പിച്ചതിൻ്റെ കാരണമെന്ന് പറയുന്നത് വിശ്വാസത്താൽ, ബൈ ഫെയ്ത്ത്. ബൈ ഫെയ്ത്ത് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എന്ത് ദൈവം ഹാനോക്കിനോട് കൽപ്പിച്ചുവോ, ഏത് സാഹചര്യത്തിൽ കൽപ്പിച്ചുവോ, ആ സാഹചര്യത്തിൽ മറ്റൊന്നും നോക്കാതെ ദൈവത്തിൻ്റെ വാക്ക് ഹാനോക്ക് വിശ്വസിച്ചു എന്നുള്ളതാണ് ഈ ഹാനോക്കിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത. ശ്രദ്ധിക്കണം ആ വേർഡ്. മറ്റ് എന്തെങ്കിലും ദൈവം കൽപ്പിച്ചുവെങ്കിൽ, നിങ്ങൾക്കറിയാം, ദൈവം ഒരു വെളിപ്പാട് കൊടുത്തപ്പോൾ ഇന്ന സമയത്ത് ഒരു മഴ പെയ്യുമെന്ന് വെളിപ്പാട് ദൈവം കൊടുക്കുമ്പോൾ ദൈവം ഹാനോക്ക് എന്ത് ചെയ്തു? തൻ്റെ മകന് മെതുശലഹ് എന്ന് പേർ വിളിച്ചു. എന്തായിരുന്നു ആ പേരുകൊണ്ട് അർത്ഥമാക്കിയത്? വിശ്വാസത്തിൻ്റെ ഒരു പേരാണ് ഹാനോക്ക് തൻ്റെ മകന് കൊടുത്തത്. വെറും ഒരു നാമധേയ പേരല്ല, എന്തോ എന്ന് കണ്ടുകൊണ്ട് ചെയ്യുന്ന ഒരു പേരല്ല, പിന്നെയോ ഒരു വിശ്വാസത്തിൻ്റെ ഒരു പേര് ഹാനോക്ക് തൻ്റെ മകന് കൊടുത്തു. നിങ്ങൾ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു 1-2 വർഷമായി കാണും, നമ്മൾ ഹവ്വ എന്നുള്ള പേര് നമ്മൾ പഠിക്കുകയുണ്ടായി. ആദം തൻ്റെ ഭാര്യയ്ക്ക് കൊടുത്ത പേരാണ് ഹവ്വ. ഹവ്വ എന്നുള്ള പേരിൻ്റെ അർത്ഥം അവൻ ജീവനുള്ളവൾക്ക് മാതാവ്. അപ്പോൾ അവൾ ലൈഫാണ്, ജീവനാണെന്ന് ആര് പറഞ്ഞു? ആദാം പറഞ്ഞു. ദൈവം ആദമിനോട് എന്തോ പറഞ്ഞു? ദൈവം പറഞ്ഞു, കുഞ്ഞേ, നീ പൊടിയാകുന്നു, പൊടിയിൽ നിന്നാണ് നിന്നെ എടുത്തത്, നീ പൊടിയിലേക്ക് മടങ്ങിപ്പോകും എന്ന് പറഞ്ഞാൽ ദൈവം ആദമിനോട് പറഞ്ഞത് നീ മരിച്ചു പോകും. പക്ഷേ ആദം തൻ്റെ ഭാര്യയെ വിളിച്ചത് നീ കാരണമാണ് ഈ ശാപം എനിക്ക് വന്നെന്നല്ല പറഞ്ഞത്. ആദം തൻ്റെ ഭാര്യയെ നോക്കി വിളിച്ച പേര് അവൾ ജീവനുള്ളവളാണ്, അവൾക്ക് ജീവനുണ്ട്, അവൾക്ക് ജീവനുള്ളവളാണ്. എന്തുകൊണ്ട്? ആദമേ, നീ നിൻ്റെ ഭാര്യയ്ക്ക് ഹവ്വ എന്ന് പേര് കൊടുത്തു. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ഈ പേര് കൊടുക്കുവാനുള്ള കാരണം ദൈവം പിശാചിനോട് കൊടുത്ത ശാപത്തിൻ്റെ വാക്യത്തിൽ ഒരു വാക്യം അവിടെ കിടപ്പുണ്ട്: സ്ത്രീയുടെ സന്തതി നിൻ്റെ തല തകർക്കും. അപ്പോൾ ആദമിന് ഒരു കാര്യം അറിയാം, ഈ ഹവ്വയിൽ നിന്ന് ജനിക്കുന്നവരാണ് പാമ്പിൻ്റെ തല തകർക്കേണ്ടത്. ഹവ്വയിൽ നിന്ന് ജനിക്കുന്നവനാണ് പാമ്പിൻ്റെ തല തകർക്കണമെങ്കിൽ അവൾ മരിച്ചവനല്ല, അവൾക്ക് ജീവനുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഓരോ സമയത്തും ആദം തൻ്റെ ഭാര്യയെ ഹവ്വ എന്ന് വിളിക്കുമ്പോൾ ആദം മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്, ഒരു ദിവസം കടന്നു വരുന്നുണ്ട്, അന്ന് ഈ പിശാചിൻ്റെ തലയെ അവൻ തകർക്കുവാനിടയായിത്തീരും. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒരു കാഴ്ചപ്പാട് ആ ഒരു പർട്ടിക്കുലർ സമയത്തേക്ക് മാത്രമല്ല ഉണ്ടായിരുന്നത്. നമ്മൾ ദീർഘ വർഷങ്ങൾക്ക് മുമ്പായിട്ട് ഒരു മെസ്സേജ് നമ്മൾ പഠിക്കുകയുണ്ടായി, കയീനും ഹാബേലും. കയീൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ യഹോവയാൽ എനിക്ക് ഒരു പുരുഷ പദവി ലഭിച്ചു എന്ന് പറഞ്ഞാൽ, ഹവ്വ തൻ്റെ മകന് കയീൻ എന്ന് പേര് കൊടുത്തപ്പോൾ ഹവ്വ മനസ്സിലാക്കിയത് പിശാചിൻ്റെ തല തകർക്കുന്നത് ഇവനാണ് എന്നുള്ളതാണ് മനസ്സിലാക്കിയത്.
ആ ഒരു കാഴ്ചപ്പാടായിരുന്നു ഹവ്വായ്ക്കുണ്ടായിരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, പേരുകൾ കൊടുക്കുമ്പോൾ ആ പേരെന്ന് പറയുന്നത് ചിലത് അവരർത്ഥമാക്കുന്നുണ്ട്. വാസ്തവത്തിൽ അതായിരുന്നില്ല സംഭവിച്ചെന്നുള്ളത് നമുക്കറിയാം. എങ്കിലും ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ എന്ത് സംഭവിച്ചു? മെതുശലഹ് എന്ന് പേര് കൊടുക്കുമ്പോൾ തന്നെ അവിടെ ഹാനോക്കിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു സ്റ്റെപ്പാണ് എനിക്കും നിങ്ങൾ കാണുവാൻ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറഞ്ഞാട്ടോ. അപ്പോൾ ഇവിടെ പറയുന്നു വിശ്വാസം കൂടാതെ, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ വിശ്വാസം ആവശ്യമാണ്. ഇവിടെ ഈ പ്രത്യയമായിരിക്കുന്ന കാര്യം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഇവിടെ ഫെയ്ത്തിൻ്റെ 2 ബേസിക് റിയാലിറ്റീസിനെയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. two basic realities of faith. Two basic realities of faith. വിശ്വാസത്തിൻ്റെതായിരിക്കുന്ന 2 അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു സത്യങ്ങൾ, അതിലാണ് വിശ്വാസം നിൽക്കേണ്ടത്, അതിനകത്താണ് വിശ്വാസം ഉണ്ടാകേണ്ടത്. എന്താണ് 2 കാര്യങ്ങൾ? ഒന്ന്, ഗാഡ്സ് എക്സിസ്റ്റൻസ്. ഗാഡ്സ് എക്സിസ്റ്റൻസ്. വിശ്വാസം നിൽക്കണമെങ്കിൽ 2 കാര്യം അതിനകത്ത് അടിസ്ഥാനപരമായിട്ട് ആവശ്യമാണ്. ഒന്ന്, ഗാഡ്സ് എക്സിസ്റ്റൻസ്. അതാണ് ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവനോ ദൈവമുണ്ട്. അപ്പോൾ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന ഒന്നാമത്തെ കാര്യം, വിശ്വസിക്കണമെങ്കിൽ അതിനാവശ്യമായിരിക്കുന്നത് ദൈവത്തിൻ്റെ അസ്തിത്വം, ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്, അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവത്തിൻ്റെ അസ്തിത്വം നമ്മൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ, ദൈവം ഇല്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നുവെങ്കിൽ വിശ്വാസത്തിന് യാതൊരു ആവശ്യമില്ല. 2ാമത്തെ കാര്യമെന്ന് പറയുന്നത് ഹിസ് നേച്ചർ. ഒന്ന് നമ്മൾ കണ്ടത് ഗാഡ്സ് എക്സിസ്റ്റൻസ്. എന്താ അത്? ഹി ഈസ് ദെയർ, അവൻ ഉണ്ട്. 2, ഹിസ് നേച്ചർ. എന്താണ് ദൈവത്തിൻ്റെ സ്വഭാവം? അവിടെ പറയുന്നു തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു. He rewards for his people. Rewards for his people. അവൻ തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം. ഈ 2 കാര്യങ്ങളിലാണ് വിശ്വാസം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, ദൈവമുണ്ട് എന്നുള്ളത്. 2, ദൈവം പ്രതിഫലം തരുന്നു എന്നുള്ളത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഏതെല്ലാം കാര്യം നമ്മൾ വിശ്വാസത്താൽ പ്രാപിച്ചിട്ടുണ്ടോ, ഇന്ന് നമ്മൾ വിശ്വാസം നയിക്കുന്നുണ്ടോ, ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഹിസ് എക്സിസ്റ്റൻസ്. 2, ഹിസ് നേച്ചർ. എന്താണ് ഫെയ്ത്ത്? നമ്മൾ കാണുവാൻ പോകുന്നത് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ ആർക്കും സാധ്യമല്ല. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഫെയ്ത്ത് എന്ന് പറയുന്നത് ഈസ് ദ കീ ടു നോ ഗാഡ്. ദൈവത്തെ അറിയുവാനുള്ള അടിസ്ഥാനപരമായിരിക്കുന്ന വഴി, ഒരു താക്കോലാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ദൈവത്തെ അറിയണമെങ്കിൽ, ദൈവത്തെ ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ, ദൈവത്തെക്കുറിച്ചൊന്ന് ഗ്രഹിക്കണമെങ്കിൽ അതിന് അടിസ്ഥാനപരമായിരിക്കുന്ന വിശ്വാസമാണ്. നിങ്ങൾക്കറിയാം, ഈ ലോകത്തിൽ കൃപയാൽ നമ്മളൊക്കെ ഒരു ക്രിസ്തീയ മാതാപിതാക്കന്മാരാൽ ജനിക്കപ്പെട്ടു എന്നുള്ളത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. കാരണം യഥാർത്ഥമായിരിക്കുന്ന സത്യ ദൈവത്തിൽ നമുക്ക് ജനിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു എന്നുള്ളത്. അതില്ലാതിരിക്കുന്ന ഒരു കൂട്ടത്തെക്കുറിച്ച് നോക്കുമ്പോൾ അവർ എത്രമാത്രം സഫർ ചെയ്യേണ്ടി വന്നു എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കപ്പെട്ടതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ദൈവമക്കളായില്ല. പക്ഷെങ്കിൽ ഒരു മതം മാറ്റം എന്നുള്ള ഒരു പേരിന് അർഹതയില്ലാതെ വണ്ണം രക്ഷപ്പെടുവാൻ സാധ്യമായി തീർന്നു. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ദൈവത്തെ അറിയുവാനുള്ള മാർഗം ദൈവം എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ, നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തെ അറിയുവാനുള്ള മാർഗം ദൈവം കൊടുക്കുന്നത് എല്ലാവർക്കും കൊടുക്കുന്ന ഒരു ജനറൽ റെവലേഷനാണ്. ഒരു സാധാരണപ്പെട്ട വെളിപ്പാട് ദൈവം എല്ലാവർക്കും കൊടുക്കുന്നു. എന്താണ് സാധാരണ വെളിപ്പാട് ദൈവം കൊടുക്കുന്നത്? റോമൻസ് ചാപ്റ്റർ 1, റോമലേഖനം 1-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യം. റോമൻസ് ചാപ്റ്റർ 1 നമ്മൾ റോമലേഖനം പഠിച്ചപ്പോൾ ക്ലിയർ ആയിട്ട് നമ്മൾ ഈ ഭാഗം പഠിച്ചതാണ്. റോമൻസ് ചാപ്റ്റർ 1 വേഴ്സ് 19 to 21, 19 മുതൽ 21 വരെയുള്ള വാക്യം. ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നുവല്ലോ,
അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ. ദൈവം അദൃശ്യനാണ്, അദൃശ്യനായിട്ട് പ്രവർത്തിക്കുന്നവനാണ്. ദൈവം പരസ്യമായിട്ട് വെളിപ്പെട്ടിട്ടില്ല. ഈ സന്ദർഭത്തിൽ ദൈവത്തെ ആരും കണ്ടിട്ടില്ല. അദൃശ്യനായി നിൽക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങൾ, പ്രവർത്തനങ്ങളെ ദൈവം വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. എങ്ങനെ? അപ്പം ലോകത്തിൻ്റെ സൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ പ്രവൃത്തി, ഈ ലോകത്തെ ദൈവം സൃഷ്ടിച്ചത് തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തി. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലെ പ്രസിദ്ധമാക്കുന്നു. അപ്പോൾ ഈ സൃഷ്ടികളൊക്കെ ആരെയാ വെളിപ്പെടുത്തിയത്? ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ വെളിപ്പെടുത്തി. ദൈവം എക്സിസ്റ്റ് ആണെന്നുള്ളത് വെളിപ്പെടുത്തി, ദൈവം ഉണ്ട് എന്നുള്ളത് വെളിപ്പെടുത്തി. എന്തോ ഒരണുവിൽ നിന്നല്ല ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഉളവായത്. പിന്നെയോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതായിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരമുണ്ട് എന്നുള്ളത് ലോകത്തിന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഏതെങ്കിലും ഒരു അണുവിൽ നിന്ന് ലക്ഷോപലക്ഷം വർഷം കഴിഞ്ഞിട്ട് ഇപ്രകാരമുള്ള ഒരു നമ്മളിന്ന് കാണുന്ന ഭൂമി ഉടലെടുത്തുവെങ്കിൽ ഒന്നുകൂടെ മനസ്സിലാക്കി വേണം, ഇപ്രകാരമുള്ള അണുവിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടുവെന്ന് പറയുന്നത് സൂര്യനോ ചന്ദ്രനോ പച്ച പുല്ലോ അല്ലെങ്കിൽ മൃഗങ്ങളോ മത്സ്യങ്ങളോ ഇതൊക്കെ ഇന്ന് ജീവിക്കുന്നു എന്നുള്ളത്, അതിൻ്റെ ലെവലിൽ മുൻപോട്ട് പോകുന്നുവെന്നുള്ളത് ദൈവത്തിൻ്റെ കരമല്ലാതെ മറ്റെന്താ? എവിടുന്നെങ്കിലും എന്തെങ്കിലും ഒന്ന് സൃഷ്ടിക്കപ്പെട്ട ഒരു അണുവായിരുന്നുവെങ്കിൽ സൂര്യൻ ഇത്രയും കാലം അവിടെ നിൽക്കത്തില്ലായിരുന്നു, മറ്റെവിടൊക്കെയോ പോയേനെ. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പ് തന്നെ ദൈവം ഉണ്ട് എന്നുള്ളത്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരമുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയായിരുന്നു. ഈ റെവലേഷൻ, ഇതാണ് ഒരു ജനറൽ റെവലേഷൻ. ഈ റെവലേഷൻ മനസ്സിലാക്കുന്നവർക്കാണ് ദൈവം അടുത്ത ഒരു സ്പെസിഫിക് റെവലേഷൻ കൊടുക്കുന്നത്. ഈ റെവലേഷൻ, ഞാൻ ആദ്യം പറഞ്ഞൊരു വേർഡ് ഇതുകൊണ്ടാണ്, നമ്മളൊക്കെ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടത് കൊണ്ട്, ക്രിസ്തീയ മാതാപിതാക്കന്മാർ നമുക്ക് തന്ന ഉപദേശം മനസ്സിലാക്കിയത് കൊണ്ട് ഈ ജനറൽ റെവലേഷൻ കണ്ടിട്ട് ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ലായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, ഒരു കൊർന്നലിയോസിനെ നിങ്ങൾ എടുത്ത് നോക്കിയാൽ കൊർന്നലിയോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമുണ്ട്. എന്തോ ചില ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പോയി. ദൈവമാര്, ദൈവത്തിൻ്റെ പ്രവൃത്തിയാര്, ഈ ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്ന് മനസ്സിലാക്കാതിരുന്നപ്പോൾ ഒരു ജനറൽ റെവലേഷൻ ലഭിച്ചതായിരിക്കുന്ന കൊർന്നലിയോസ് ആ റെവലേഷൻ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, ആ റെവലേഷനിൽ കൂടെ ദൈവത്തെ അറിയുവാൻ ആഗ്രഹിച്ചപ്പോൾ, സ്പെസിഫിക് റെവലേഷനിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവം തന്നെ വെളിപ്പെടുത്തുവാനായിട്ടിടയായി തീർന്നു. ജനറൽ റെവലേഷൻ ലഭിച്ചിരിക്കുന്നവർക്കാണ്, ലഭിച്ചിരിക്കുന്നവർ ആ ജനറൽ റെവലേഷനെ കണ്ടിട്ട് ഇത് സൃഷ്ടിച്ച ദൈവമുണ്ടോ, ഇത് സൃഷ്ടിച്ചത് ആര് എന്ന് ചോദ്യം ചോദിക്കുമ്പോഴാണ് അവർ വാസ്തവത്തിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ദൈവത്തെ കാണുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, നല്ല പച്ച ചെടി, അതിനകത്ത് നല്ല വെണ്ടയ്ക്ക ഉണ്ടായി. ആ വെണ്ടയ്ക്ക കടിച്ച് തിന്നുന്നത് കൊണ്ട് ദൈവത്തെ കണ്ടുമുട്ടണമെന്നില്ല. ഈ വെണ്ടയ്ക്കയുടെ ഭംഗിയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ ആര് സൃഷ്ടിച്ചുവെന്ന് ചോദിക്കുമ്പോഴാണ് സ്വർഗത്തിലെ ദൈവത്തെ ദൈവം തന്നെ വെളിപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമ്മളൊക്കെ സാധാരണ ചെയ്യുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിനെ കണ്ടിട്ട് ദൈവത്തിൻ്റെ സൃഷ്ടിപ്പെന്ന് മനസ്സിലാക്കാതെ ആ സൃഷ്ടിപ്പിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവത്തെ നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് ദൈവത്തെ മനസ്സിലാക്കുവാൻ സാധിക്കും. കൃപയാൽ ദൈവം ചില കാലങ്ങൾ കൂടെ നമ്മളെ നടത്തി, ചില പ്രത്യേക അവസ്ഥകൾ കൂടെ നടത്തി ദൈവം നമ്മുടെ മനസ്സിനെ ഒന്ന് ഓപ്പൺ ചെയ്തത് കൊണ്ടാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. വാസ്തവത്തിൽ നമ്മുടെ ഉൾക്കണ്ണുകളെ ദൈവവും തുറന്നു, അതിനൊരു സാഹചര്യം ഉണ്ടാക്കി. ഒന്നുകിൽ ജോലിയുടെ ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ സമൃദ്ധിയിൽ തന്നെ നിൽക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം. ഇതെല്ലാം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് ദൈവത്തെ ഒന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ ദൈവം നമ്മുടെ ഉൾക്കണ്ണുകളൊന്ന് തുറക്കുകയായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? നമ്മൾ ദൈവമക്കളായി. ഇന്ന് ഈ ലോകത്തിലുള്ള സകല മക്കളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിനാ. അപ്പോൾ ദൈവത്തിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം, ആരും നശിച്ചു പോകരുത്. പിന്നെ ഇതെങ്ങനെ സാധിക്കും? ഇതിനാണ് ദൈവം തൻ്റെ പ്രവൃത്തിയെ ഭൂമിയിൽ വെളിപ്പെടുത്തി വച്ചിരിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെ കൺമുൻപിൽ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഇതിനെ കണ്ടുകൊണ്ട് ഇതിനെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുവാൻ ദൈവം നമ്മളെ ഒന്ന് അന്വേഷിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു.
ഇതാണ് ആവശ്യമായിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ ഒന്ന് വേണം, ഈ കാര്യങ്ങളെ കണ്ടുകൊണ്ട് ഇതിനെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട് എന്ന് എൻ്റെ ഉള്ളിൽ ഒരു ഫെയ്ത്ത് ഇല്ലാത്തിടത്തോളം ഈ ദൈവത്തിങ്കിലേക്ക് അടുക്കുവാൻ എനിക്ക് സാധ്യമല്ല. ഞാൻ പറഞ്ഞ വേർഡ് മനസ്സിലായോ? ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളത് ഞാൻ വിശ്വസിക്കാത്തിടത്തോളം കാലം ഈ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഞാൻ ചെല്ലത്തില്ല. ജനറൽ റെവലേഷൻ പ്രാപിച്ചിട്ടുണ്ട്, അതുകൊണ്ടിരിക്കുക. പക്ഷെങ്കിൽ അതുകൊണ്ട് അർത്ഥമില്ല ഞാൻ ദൈവത്തെ അന്വേഷിക്കണമെന്ന്. പക്ഷെങ്കിൽ അതെൻ്റെ ഉള്ളിൽ ഒരു ഫെയ്ത്ത് ആകുമ്പോഴാണ് അത് ഒരു അനുഗ്രഹമായിട്ട് വരുവാനായിട്ടിടയായി തീരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ ദൈവം തൻ്റെ പ്രത്യേകമായ വെളിപ്പാടുകൾ നൽകുകയും അതിൽ കൂടെ ദൈവത്തെ കണ്ടുമുട്ടുവാൻ ദൈവം സാധിക്കുന്നു. എന്താണ് ഇവിടെ നമ്മൾ കാണുന്നത്? ദൈവത്തെ, എന്നാൽ അവിടെ പറയുന്നു വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ ആർക്കും കഴിയത്തില്ല. ഇത് എന്ത് വെളിപ്പെടുത്തുന്നു? ഒന്നാമത് വെളിപ്പെടുത്തുന്നത് നമ്മുടെ ഒരു നല്ല പ്രവൃത്തി കൊണ്ട് പോലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, രക്ഷപ്പെടുവാൻ സാധ്യമല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഏതെങ്കിലും നന്മ പ്രവൃത്തിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുമെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ശുദ്ധ പോഷ്ക. കാരണം ദൈവത്തെ വിശ്വാസം കൊണ്ട് മാത്രമേ സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. ചില ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ചിന്തിക്കുകയുണ്ടായി, വിശ്വാസം കൊണ്ട് ലഭിക്കുന്ന ഒന്നാമത്തെ ബെനിഫിറ്റാണ് ഏത്? ബൈ ഫെയ്ത്ത്. വിശ്വാസം കൊണ്ട് ലഭിക്കുന്ന ഫസ്റ്റ് ബെനിഫിറ്റ്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുക. ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐ ബിക്കം റൈച്ചിയസ്, ഞാൻ നീതിമാനായി. അത് റോമലേഖനം 5-ാം അധ്യായം നമ്മൾ ആ പഠിച്ച ഭാഗത്തുനിന്ന് വിശ്വാസത്തിൽ കൂടെ നമ്മൾ പഠിച്ചപ്പോൾ ആ വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ചതുകൊണ്ട് എനിക്ക് ലഭിച്ച 7 ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ എന്താണ് ഇവിടുത്തെ വിഷയമായിരിക്കുന്നത്? ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ നീതീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? എൻ്റെ പാപം എന്നിൽ നിന്ന് മാറ്റപ്പെട്ടു, ഞാൻ പാപമില്ലാത്തവനായിത്തീർന്നു. ദൈവം എന്നെ നോക്കുമ്പോൾ ദൈവം നീതിമാനായിരിക്കുന്ന പോലെ എന്നെ ദൈവം നീതിമാനായി കാണുന്നു, എന്നിൽ കുറ്റമില്ലാത്തവനായി ദൈവം കാണുന്നു. ഇത് എങ്ങനെ സംഭവിച്ചു? ഇത് വിശ്വാസത്താൽ. അപ്പോൾ ഇതിനകത്ത് എന്തില്ല? എൻ്റെ ഒരു പ്രവൃത്തിയില്ല. ഞാൻ 10 പേർക്ക് എന്തെങ്കിലും ദാനം കൊടുത്തിട്ടല്ല ഈ പദവി ഞാൻ പ്രാപിച്ചത്. ഞാൻ ഏതെങ്കിലും 10 നല്ല കാര്യം ചെയ്തിട്ടല്ല ഈ കാര്യം പ്രാപിച്ചത്. നല്ല കാര്യം ചെയ്യേണ്ടതാണ് ആദ്യം ചെയ്യേണ്ടത്, ചെയ്തു കഴിഞ്ഞാൽ. മനസ്സിലായോ? 0ൻ്റെ വില കണ്ടുപിടിച്ചു. പക്ഷേ 0ത്തിന് വില ഉണ്ടാകണമെങ്കിൽ അതിനിപ്പുറത്ത് ഒരക്കമുണ്ടാകണം. ഒരക്കമില്ലാത്തിടത്തോളം കാലം എത്ര 0 ഇട്ടാലും അതിൻ്റെ ആഫ്റ്റർ ഓൾ വില എന്ന് പറഞ്ഞ് 0 മാത്രമാണ്. പക്ഷേ അതിനിപ്പുറത്ത് ഒരക്കം വന്നാൽ ആ 0ത്തിന് എല്ലാം വിലയുണ്ട്. നല്ല പ്രവൃത്തി ചെയ്യുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നല്ല പ്രവൃത്തിയൊക്കെ വെറും 0. എന്നാൽ അതിൻ്റെ തൊട്ടിപ്പുറത്ത് രക്ഷിക്കപ്പെടുക, ദൈവത്താൽ നീതീകരിക്കപ്പെടുക എന്നുള്ള പദവി ലഭിച്ചു എങ്കിൽ ഈ ബാക്കിയുള്ള 0 മുഴുവൻ അർത്ഥമുണ്ട്. മനസ്സിലായില്ല? അപ്പോൾ 0ത്തിന് അർത്ഥമുണ്ടാകണമെങ്കിൽ ആദ്യമായിട്ട് വേണ്ടത് അക്കമുള്ള ഒന്ന് ആദ്യം വരണം. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ശുദ്ധ പ്രവൃത്തി എന്ന് പറയുന്ന, നല്ല പ്രവൃത്തി എന്ന് പറയുന്ന ഒരു കാര്യത്തിനും എന്തില്ല, നമ്മളെ രക്ഷപ്പെടുത്തുവാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ വിശ്വാസം കൊണ്ട് മാത്രമേ സാധ്യമാകുകയുള്ളൂ. 2 അവിടെ പറയുന്നു, നിങ്ങൾക്കറിയാം, റോമലേഖനം 8:8, അതിനുമുമ്പ് ഒരു വാക്യം കൊണ്ട് വായിച്ചാട്ട്, 1 John chapter 5 verse 10. ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ ആ സാക്ഷ്യമുണ്ട്. നെക്സ്റ്റ് വേർഡ്, ദൈവത്തെ വിശ്വസിക്കാത്തവൻ, ശ്രദ്ധിക്കണം, ദൈവത്തെ വിശ്വസിക്കാത്തവൻ, ഹാവ് നോ ഫെയ്ത്ത് ഇൻ ഗോഡ്, ദൈവത്തിൽ വിശ്വസിക്കാത്തവൻ, അവൻ്റെ അവസ്ഥ എന്താ? ദൈവം തൻ്റെ പുത്രനെക്കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കായാൽ ആരെ? ദൈവത്തെ കള്ളനാക്കുന്നു. ദൈവത്തെ എനിക്ക് കള്ളനാക്കാൻ പറ്റും. എങ്ങനെ? ദൈവം പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നില്ല എങ്കിൽ, ദൈവം പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നില്ല എങ്കിൽ, ദൈവം എന്നോട് പറഞ്ഞു ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ സൗഖ്യം ഏറ്റെടുക്കുന്നില്ല എങ്കിൽ ഞാൻ ആരെ കള്ളനാക്കുക? ദൈവത്തെ കള്ളനാക്കി. മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞു വരുന്നത്? ദൈവം കള്ളം പറഞ്ഞെന്നുള്ള അതിൻ്റെ അർത്ഥം, ദൈവം വ്യാജം പറയുന്ന ഒരു ദൈവമല്ല. നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ, ദൈവത്തിൻ്റെ വചനത്തെ ഞാൻ ഏറ്റെടുക്കുന്നില്ല എങ്കിൽ,
തൻ്റെ പുത്രനെക്കുറിച്ച് ദൈവം കൽപ്പിച്ചത് ഞാൻ ഒബേ ചെയ്യുന്നില്ല എങ്കിൽ, യേശു തന്നെ രക്ഷിതാവെന്നുള്ളത് ഞാൻ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നില്ല എങ്കിൽ, നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ പ്രവൃത്തി കൊണ്ട് ചെയ്യുന്നത് ദൈവത്തെ ഞാൻ കള്ളനാക്കുക. ദൈവം കള്ളം പറഞ്ഞുവെന്നുള്ളതാണ് എൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നത്. ഒരു പക്ഷെങ്കിൽ നമ്മുടെ ഉള്ളം കൊണ്ടായിരിക്കത്തില്ല നമ്മൾ ചെയ്യുന്നുവെങ്കിലും നമ്മുടെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നത് ഞാൻ ദൈവത്തെ കള്ളനാക്കുക. ശ്രദ്ധിക്കണം, ഈ സ്ഥാനത്ത് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കേണ്ട ഭാഗമുണ്ട്. ദൈവം നമ്മളോട് കൽപ്പിക്കുന്നത് നമ്മൾ ഏറ്റെടുക്കുന്നില്ല എങ്കിൽ ഞാനും നിങ്ങളും ദൈവത്തെ ആരാക്കുക? ശ്രദ്ധിച്ചോണേ, അതിൻ്റെ ആ സീരിയസ്നെസ് എന്താണെന്നുള്ളത്, എന്താ അതിൻ്റെ മാറ്റ്, എത്രമാത്രം അതിന് ഗൗരവമുണ്ട്. ദൈവം നമ്മളോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കാതിരിക്കുമ്പോൾ, ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ അനുഗ്രഹം ഞാൻ ഏറ്റെടുക്കാതിരിക്കുമ്പോൾ, ഇന്നും ഞാൻ സാധാരണപ്പെട്ട അവസ്ഥയിൽ കൂടെ നടക്കുമ്പോൾ അതിൻ്റെ അർത്ഥമുണ്ട്, ഈ ദൈവം പറഞ്ഞതിന് ഒരു വിലയുമില്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ ദൈവമേ, ഇന്ന് ക്രിസ്തീയ സഭയിൽ സംഭവിച്ച ഏറ്റവും വലിയ ദോഷമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വാക്കിനേക്കാൾ ഉപരിയായിട്ട് പ്രവാചകന്മാരുടെ വാക്കുകൾക്ക് വിശ്വാസം പറ്റും, ശരിയാകാൻ പറ്റും. ഞാൻ ഓർപ്പിക്കട്ടെ, പ്രവാചകൻ്റെ വാക്കിനേക്കാൾ വില കൊടുക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിനാകുന്നുവെന്നുള്ളതോ ഇന്ന് രാത്രി മനസ്സിലാക്കണം. പ്രവാചകന്മാരെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, തെറ്റാടി ഞാൻ പറയുകയല്ല. പക്ഷേ ഒന്ന് മനസ്സിലാക്കണം, എൻ്റെ ജീവിതത്തിൽ ഞാൻ വിലമതിക്കേണ്ടത് എൻ്റെ ദൈവത്തിൻ്റെ വചനമാണ്. അവൻ എന്നോട് കൽപ്പിച്ചു, ഞാൻ നിന്നെ വിടുവിക്കുമെന്ന് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആകാശം ഭൂമി മാറിപ്പോയാലും അവനെ വിടുവിക്കും. ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് അവൻ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആകാശം ഭൂമി മാറിപ്പോയാലും അവനെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ട, എന്താ വേണ്ടത്? ദൈവത്തിൻ്റെ പക്കൽ നിന്ന് അനുഗ്രഹം ഏറ്റെടുക്കണമെങ്കിൽ എന്തായി മാറ്റപ്പെടണം? വിശ്വാസമായി പരിണമിക്കണം. അത് വിശ്വാസമായി ഏറ്റെടുക്കാത്തിടത്തോളം കാലം അനുഗ്രഹം കാണുവാൻ സാധ്യമല്ല. ദൈവം പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നില്ല എങ്കിൽ ഞാൻ ചെയ്യുന്നത് ദൈവത്തെ ഞാൻ കള്ളനാക്കുക. ഓർത്തോണേ, ദൈവമക്കൾ വിശ്വാസികൾ ചെയ്യുന്ന വലിയ പാപം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ കൂടെ ചിന്തിച്ചോണം. നമ്മൾ വിശ്വസിക്കാതിരിക്കുന്നിടത്തോളം വ്യാജം പറഞ്ഞു, ദൈവം കള്ളം പറഞ്ഞു എന്നുള്ളത് നമ്മുടെ വാക്കിൽ കൂടെ വെളിപ്പെടുത്തുക. മൂന്നാമത്തെ പ്രത്യേകത എന്താ? അതിൻ്റെ പ്രത്യേകത റോമൻസ് ചാപ്റ്റർ 8:8, റോമർ 8:8. പ്രൈസ് ഗാഡ്. അവിടെ പറയുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ സാധ്യമല്ല. എന്നാൽ ഒരു കാര്യം പറഞ്ഞു, ജഡ സ്വഭാവമുള്ളവർക്ക്, those who are carnal mind or natural man cannot please God. ഒരു പ്രാകൃത മനുഷ്യന്, ഒരു സാധാരണപ്പെട്ട മനുഷ്യന് ദൈവത്തെ, ജഡ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ സാധ്യമല്ല. ഈ വാക്ക് വളരെ സമയം നിന്നുകൊണ്ട് ധ്യാനിപ്പിക്കേണ്ടതാണ്. എന്താ ആ വാക്കിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ജഡത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ സാധ്യമല്ലെന്ന്. എൻ്റെ ജീവിതത്തിൽ കൂടെ ജഡത്തിൻ്റെ ഇഷ്ടമാണ് വെളിപ്പെടുന്നതെങ്കിൽ എന്നിൽ ദൈവത്തിന് പ്രസാദമില്ലെന്ന് എന്ന് പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ വേണ്ടത് എൻ്റെ ജഡത്തിൻ്റെ സ്വഭാവത്തെ മരിപ്പിച്ചുകൊണ്ട് ആത്മാവിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തിയെങ്കിൽ മാത്രമേ ദൈവത്തിന് പ്രസാദമായി തീരുകയുള്ളൂ. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയത്തില്ല. എന്താ ഇവിടെ പറയുന്നത്? വായിച്ചോട്ടെ, ആ 11-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം വീണ്ടും ഒരിക്കൽ കൂടെ. റോമൻസ് ചാപ്റ്റർ 14:23. ആ വാക്യം നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യണം. വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ്. റോമൻസ് 14:23. എന്നാൽ സംശയിക്കുന്നവൻ അത് നിങ്ങൾക്കറിയാം ഏതിനെക്കുറിച്ച് പറയുന്നു? ഭക്ഷണത്തെക്കുറിച്ച്, ചില പ്രത്യേകമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. ബലഹീന വിശ്വാസിയും ശക്തനായ വിശ്വാസിയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവൻ അത് സംശയത്തോടെ കഴിക്കുന്നുവെങ്കിൽ അവൻ കുറ്റക്കാരനാണ്. എന്നിട്ട് നെക്സ്റ്റ് വേർഡ്, എങ്കിൽ അത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കായകൊണ്ട്. വിശ്വാസം ഉത്ഭവിക്കാത്തൊക്കെയും നിങ്ങൾ മനസ്സിലാക്കിയോ? പാപമെന്ന് പറയുന്നത് കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമല്ല പാപം, ചെവി കൊണ്ട് കേൾക്കുന്നത് മാത്രമല്ല പാപം, നമ്മൾ ഏതാണ്ട് തൊട്ടു നോക്കുന്നത് മാത്രമല്ല പാപം. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, വിശ്വാസം ഇല്ലാത്തത് മുഴുവൻ എന്തുവാ? വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത മുഴുവൻ എന്തു തന്നെ? പാപമാണ്. അപ്പോൾ ഏത് കാര്യവും വിശ്വാസത്തിൽ നിന്നല്ല ഉത്ഭവിച്ചതെങ്കിൽ എന്ന് പറഞ്ഞാൽ, ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനം വിശ്വാസമല്ല എങ്കിൽ, വിശ്വാസത്തിലാണ് അത് തുടക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം അതെന്തുവാന്നാ? സിൻ.
ഇതുകൊണ്ടാണ് നിങ്ങൾ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കി, ഈ മഹാപുരോഹിതൻ ദൈവത്തിൻ്റെ ആലയത്തിൽ കടന്നു ചെല്ലുമ്പോൾ അദ്ദേഹത്തിനൊരു പ്രത്യേകമായ വസ്ത്രമുണ്ടായിരുന്നു. എന്തായിരുന്നു? ഈ വിഷയമായ ബന്ധത്തിൽ ഇസ്രായേൽ മക്കളുടെ വിശുദ്ധ വസ്തുക്കളുടെ അശുദ്ധി വഹിക്കേണ്ടതിനാ പുരോഹിതൻ ഇതും ധരിച്ചുകൊണ്ടാണ് കടന്നു ചെല്ലുന്നത്. എന്തായിരുന്നു അറിയാമോ? ടു ദ ലോർഡ്. ഒരു നെറ്റിപ്പട്ടമുണ്ട്. ആ നെറ്റിപ്പട്ടത്തിലൊരു പേര് കൊടുത്തിട്ടുണ്ട്, ഹോളിനെസ് ടു ദ ലോർഡ്, യഹോവയ്ക്ക് വിശുദ്ധം. ഈ നെറ്റിപ്പട്ടം ധരിച്ചുകൊണ്ട് മാത്രമേ പുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് ചെല്ലത്തുള്ളൂ. എന്തിനാണെന്നറിയാമോ? ഇവിടെ വിശുദ്ധീകരിച്ച് വച്ചിരിക്കുന്ന വസ്തുക്കളുടെ കുറ്റനിമിത്തം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആലയത്തിൽ ഉപയോഗിക്കുന്നതിന് ദൈവത്തിന് വ്യക്തമായ നിയമമുണ്ട്. ആ നിയമത്തിൽ കൊണ്ടുവരുന്ന കാര്യം തന്നെയാണെങ്കിലും അതിനകത്തും എന്തുണ്ട്? അശുദ്ധിയുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ കൂടെ എത്രമാത്രം പ്രവർത്തിച്ചാലും എത്രമാത്രം സൂക്ഷിച്ചാലും ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് എനിക്ക് നിങ്ങൾക്ക് അടുക്കുവാൻ സാധ്യമല്ല. നമ്മൾ ചിന്തിച്ചിരിക്കുന്നത് ചില കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ക്രമീകരിച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലാനുള്ള ലൈസൻസ് എനിക്ക് കിട്ടിയെന്ന യെശയ്യാവിനെ വിളിച്ചു ചോദിച്ചാൽ യെശയ്യാവ് അത് പറഞ്ഞു തരും. വക്രതയുള്ള തലമുറയുടെ നടുവിൽ ഒരു നല്ല പ്രവാചകനായി ജീവിച്ച യെശയ്യാവ് ദൈവത്തിൻ്റെ മഹത്വം കണ്ടപ്പോൾ ഒരു കാര്യം പറഞ്ഞു, അയ്യോ ഞാനാര്? അരിഷ്ട മനുഷ്യൻ. എവിടുന്നായി ഈ കാഴ്ചപ്പാട് വന്നത്? ദൈവത്തിൻ്റെ വിശുദ്ധിയെ കണ്ടപ്പോൾ. നിങ്ങൾ മനസ്സിലാക്കണമേ, ദൈവത്തിൻ്റെ വിശുദ്ധിയെ കാണേണ്ടവരാരും ഒരു സെൽഫായിട്ട് ഒരിക്കലും ബോസ്റ്റ് ചെയ്യപ്പെടത്തില്ല. അവർക്കൊക്കെ ഒരൊറ്റ കാര്യമേ പറയുവാൻ കാണത്തുള്ളൂ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ഇവിടെയാണ് അവരെ ഹംബിൾനെസ്സിലേക്ക് കൊണ്ടുവരുന്നത്. ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു സ്വഭാവമാണ് ഹംബിൾനെസ്. ഇതുണ്ടാകണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കണം ഞാൻ ഒന്നുമില്ല എന്നുള്ളത്. വിശുദ്ധമായിരിക്കുന്ന കാര്യമാണ് ദൈവസനെ കൊണ്ടുവന്നത്. പക്ഷേ അത് പ്രസാദമാകുന്നത്, ഈ ആടിൻ്റെ രക്തം ദൈവത്തിന് പ്രസാദമാകുന്നത് ഇവരെ ദൈവം കൽപ്പിച്ച പോലെയുള്ള ആടിനെ കൊണ്ടുവന്നത് കൊണ്ടല്ല, പുരോഹിതൻ്റെ തലയിൽ ആ നെറ്റിപ്പട്ടമുള്ളത് കൊണ്ട് അതാണ് അതിന് പ്രസാദമായത്. ബാക്കിയുള്ള എല്ലാ വീക്ക്നെസ്സിനെയും കവർ ചെയ്യുന്നതായിരുന്നു അത്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാരണം ഒന്ന് മാത്രമായിരുന്നു. ആക്ച്വലി നമ്മൾ ഏത് വേണമെങ്കിലും നമ്മൾ എടുത്ത് നോക്കിയോ, അതിനകത്തൊക്കെ നമ്മുടെ ശരിയായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കി വരുമെങ്കിൽ അതിനകത്ത് ചില വീക്ക്നെസ്സിനെ കാണുവാൻ സാധിക്കും. വീക്ക്നെസ് ഇല്ലാത്തവരാരുമില്ല. ആർക്കും പറയാൻ പറ്റത്തില്ല എൻ്റെ ലൈഫ് കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആണ്. ആർക്കാ പറയാൻ പറ്റുന്നത്? നോ വൺ. പക്ഷേ എന്താ വിഷയമെന്ന്? നമ്മുടെ ഈ ബലഹീനത ഇന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ ആയിരിക്കാൻ ഒരു കാരണമുണ്ട്. ഈ ബലഹീനതയുമായിട്ട് ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ വന്നിട്ട് ആരാധനയ്ക്ക് തുടങ്ങുന്നതിന് മുമ്പായിട്ട്, യേശുവേ നിൻ്റെ രക്തം കൊണ്ട് എന്നെ പരിപൂർണമായിട്ട് കഴുകി എന്നെ അങ്ങോട്ടൊന്ന് കയറ്റണമേ എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത്, യേശുവിൻ്റെ രക്തം കൊണ്ട് എന്നെ കഴുകിയിട്ട് അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് കൊണ്ടുചെല്ലുക. ഇതെന്താ കാരണം? എൻ്റെ യേശു എനിക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നുണ്ട്. യേശു എൻ്റെ പാപത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്നത് കൊണ്ട്, ദൈവത്തിന് മുൻപാകെ നിൽക്കുന്നത് കൊണ്ടാണ് ഇന്ന് ദൈവത്തിൻ്റെ വചനമാണ് ഞാനിവിടെ നിൽക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ദൈവത്തിൻ്റെ വചനം കയ്യിൽ തൊടാൻ പോലും എനിക്കും നിങ്ങൾക്ക് യോഗ്യതയില്ല. അതാണ് ഇന്ന് ധൈര്യമായിട്ട് പ്രസ്താവിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്നിട്ടും കുഴപ്പങ്ങളൊന്നും വരാതിരിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ കൂടുതലും ആൾക്കാരാകരുത്, ഉപദേഷ്ടാക്കന്മാരാകാൻ നോക്കരുത്. കാരണം എന്നാ? പറയുന്നത് പ്രവർത്തിച്ചില്ല എങ്കിൽ അതിനനുസരണമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഞങ്ങളൊക്കെ പറയുന്നത് പോലെ പ്രവർത്തിച്ചല്ല ഇങ്ങനെ നിന്ന് പോകുന്നത്. കർത്താവിൻ്റെ കൃപയാൽ പലതിലും വീക്ക്നെസ് വരുന്നുണ്ട്. പക്ഷേ യേശു ഞങ്ങളോട് കാണിക്കുന്ന കാരണയാണ്. ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായോ? ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പാപത്തെ കാണുവാൻ സാധിക്കും. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതാകുന്നുവെങ്കിൽ, ഏതിൻ്റെയും ഒരു ബേസ് വിശ്വാസമില്ല എങ്കിൽ, അതിൻ്റെ അടിസ്ഥാനം അതിൽ നല്ല തുടക്കപ്പെട്ടതെങ്കിൽ, എൻ്റെ ഏത് പ്രവൃത്തിയുമായിക്കൊള്ളട്ടെ അതിനകത്തൊരു പാപമുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവമേ നീ തന്ന കൃപയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാവിലെ വണ്ടിയിൽ കയറുമ്പോൾ കർത്താവേ ഓഫീസിൽ ചെല്ലുവാൻ നീ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ, ഇവിടെയൊക്കെ വെളിപ്പെടുന്ന എന്തുവാണെന്നറിയാമോ? ഫെയ്ത്ത്. ആരുള്ള ഫെയ്ത്ത്? ദൈവത്തിലുള്ള ഫെയ്ത്ത്. ഇന്ന് ജോലി ചെയ്യുവാൻ കൃപ തരണമേ ദൈവത്തോട് പ്രാർത്ഥിച്ചുള്ള പ്രത്യേകത എന്നാണെന്നറിയാമോ? ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. എൻ്റെ ഏത് സ്റ്റെപ്പുകളും നമുക്ക് വേണ്ടത് ഒരു കാര്യമാണ്. ജീവിതത്തിന് ഏത് സ്റ്റെപ്പുകളിലും എനിക്ക് വേണ്ടത്
വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിച്ചോണം എന്ന് പറഞ്ഞാൽ ദൈവത്തിലുള്ള വിശ്വാസമായിരിക്കണം എന്നിൽ കൂടെ വെളിപ്പെടേണ്ടത്. ദൈവത്തിൻ്റെ വിശ്വാസമായിരിക്കണം എന്നിൽ കൂടെ വെളിപ്പെടേണ്ടത്. അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നത്? വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തത് എല്ലാം പാപം തന്നെ. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു വാക്യം കൂടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്ത് സംഭവിക്കും. വിശ്വാസത്തിന് എന്ത്? എല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ അടച്ചാട്ട് കർത്താവിൻ്റെ പരിശുദ്ധ മുഖത്തെ കണ്ണുകൾ തിരിച്ചാട്ട്. ഹല്ലേലൂയ.